Assalamualaikum warahmatullahi taala wabarakatuh. Bismillah walhamdulillah wassalatu wassalamu ala asyrafir rasulillah wa ala alihi wasahbihi ajma'in amma ba'd. അപ്പോൾ നമുക്ക് കുറച്ച് പെട്ടെന്ന് പോകാണ്ട് കുറച്ച് സ്പീഡിൽ പോകേണ്ടി വരും സിലബസ് എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഭാഗങ്ങൾ അന്ന് തന്നെ പഠിക്കുക, അല്ലെങ്കിൽ ഭാരമാവും, അപ്പോൾ ലാസ്റ്റ് തൊട്ട് പ്രയാസമാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ്? പാർട്സ് ഓഫ് സ്പീച്ചിലെ ചില ഭാഗങ്ങളാണ്. പാർട്സ് ഓഫ് സ്പീച്ചിൽ നമ്മൾ പറഞ്ഞത് നൗണ്, പ്രോനൗണ്, വെർബ്, പിന്നെ അഡ്ജക്റ്റീവ്, പിന്നെ അഡ്വർബ്. മനസ്സിലായോ? ഇത്തരം 5 കാര്യങ്ങളെയാണ് പറഞ്ഞത്. എത്ര ഉണ്ട് മൊത്തം? 8 എണ്ണം. അപ്പൊ ഇനി എത്ര പറയാണ്ട്? 3 കാര്യങ്ങൾ പറയാൻ ബാക്കിയുണ്ട്. അപ്പൊ ബാക്കി വെച്ച 3 കാര്യങ്ങളെയാണ് നമ്മളിപ്പോ പറഞ്ഞു തീർക്കുന്നത്. അപ്പൊ ഒന്നാമത്തേന് 6ാമത്തേത് എന്ത്? പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ വേർഡ്. അപ്പൊ എടുക്കുന്ന കാര്യങ്ങളൊക്കെ അന്ന് തന്നെ പഠിക്കുക, കാണാതെ വൈകാട്ടാക്കി പഠിച്ച് മനസ്സിലാക്കി വെക്കുക. മനസ്സിലാകുന്നുണ്ടല്ലോ? അല്ലാതെ ഒരു കാണാതെ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, അത് മനസ്സിലാക്കും കൂടി വേണം. ഒരു മനസ്സിലാക്കിയാൽ മാത്രം വരെ കാര്യങ്ങൾ മനപ്പാടാക്കുകയും വേണം. അപ്പൊ മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ മനപ്പാടമാക്കി വെക്കുക. പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ എന്നാൽ എന്താണ്? ഇറ്റ് ഈസ് എ വേർഡ്. അത് ഒരു വേർഡ് ആകുന്നു, ഒരു വാക്കാകുന്നു. വിച്ച് ഷോസ്. അത് എങ്ങനത്തെ വാക്ക്? വിച്ച് എങ്ങനത്തെ ഷോസ്. അതെന്ത് ചെയ്യുന്നു? കാണിച്ചു തരുന്നു. മനസ്സിലായോ? അതെന്ത് ചെയ്യുന്നു? കാണിച്ചു തരുന്നു. എന്തിനെ കാണിച്ചു തരുന്നു? റിലേഷൻഷിപ്പ്, ബന്ധത്തെ. മനസ്സിലായോ? റിലേഷൻഷിപ്പിനെ എന്താകുന്നു? ബന്ധത്തെ അത് കാണിച്ചു തരുന്നു. എന്തുമായിട്ടുള്ള ബന്ധം? among other word. മനസ്സിലായോ? among other word, മറ്റു വേർഡുകളിൽ, മറ്റു വേർഡുകളിലുള്ള ഇതിനുള്ളിൽ സ്ഥാനങ്ങൾ. മനസ്സിലായോ? റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ എന്താക്കി തരുന്നു? കാണിച്ചു തരുന്നു. മനസ്സിലായോ? അപ്പോ എന്താ? വിച്ച് ഷോസ്. അതെന്ത് ചെയ്യുന്നു? കാണിച്ചു തരുന്നു. എന്ത്? വിച്ച് ഷോസ്. അത് കാണിച്ചു തരുന്നു റിലേഷൻഷിപ്പ്, ബന്ധത്തെ കാണിച്ചു തരുന്നു. among other words, മറ്റു വാക്കുകളിൽ, മറ്റ് വാക്കുകളിലുള്ള ബന്ധത്തെ. എന്തിലുള്ള വാക്കുകൾ? in the sentence, ജുംലയിലുള്ള വാക്കുകളിലുള്ള, ജുംലയിലെ വാക്കുകളിലുള്ള മറ്റു വേർഡുമായിട്ടുള്ള ബന്ധത്തെ അത് കാണിച്ചു തരുന്നു. മനസ്സിലായോ? അപ്പൊ ഉദാഹരണം നമുക്ക് നോക്കാം. അപ്പൊ എങ്ങനത്തെ റിലേഷൻഷിപ്പിനെ എന്താക്കി തരുന്നു? അത് കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞത്. ഇറ്റ് ഷോസ് റിലേഷൻഷിപ്പ് among other word, മറ്റു ഇൻ ദി സെന്റൻസ്, സെന്റൻസിലുള്ള മറ്റു വേർഡുകളുമായിട്ടുള്ള ഇതിനുള്ള ബന്ധത്തെ അത് എന്താക്കി തരുന്നു? കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞു. ആ ബന്ധങ്ങൾ ഏതൊക്കെയാണ്? ഇൻക്ലൂഡ്സ്. അതെന്താകുന്നു? ആ ബന്ധങ്ങൾ ഉൾക്കൊള്ളിക്കുന്നു. ഡയറക്ഷൻ, ദിശ. മനസ്സിലായോ? അപ്പൊ എവിടുന്ന് വന്നു, എവിടേക്ക് പോകുന്നു, അപ്പൊ എന്നിങ്ങനെയുള്ള ദിശ എന്താക്കി തരുന്നു? അത് ദിശയുമായുള്ള ബന്ധത്തെ അത് സൂചിപ്പിച്ചു തരുന്നു. ഡയറക്ഷൻ, പ്ലേസ്, സ്ഥലം, പിന്നെ ടൈം, സമയം, കോസ്, കാരണം വിശദീകരിച്ചു തരുന്നു. മാനർ, അതുമായിട്ടുള്ള ബന്ധത്തെ എന്താക്കി തരുന്നു? കാണിച്ചു തരുന്നു. ആൻഡ് എമൗണ്ട്, തുക. മനസ്സിലായോ? എന്നീ കാര്യങ്ങളൊക്കെ എന്താക്കി തരുന്നു? എന്നീ കാര്യങ്ങളിലുള്ള ബന്ധങ്ങൾ. മനസ്സിലായോ? ദിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സമയം, ഡേറ്റ്, പ്ലേസ്, പിന്നെ ടോട്ടൽ, സം ടോട്ടൽ, പിന്നെ കോസ്, കാരണങ്ങൾ, പിന്നെ മാനർ, നമ്മൾ ചെയ്യുന്ന രീതി. മനസ്സിലായോ? അപ്പോ ഇത്തരം കാര്യങ്ങളിലുള്ള റിലേഷൻഷിപ്പിനെ എന്താക്കി തരുന്നു? ഈ പ്രിപ്പോസിഷൻ കാണിച്ചു തരുന്നു. ഉദാഹരണം നമുക്ക് നോക്കാം. we went. നമ്മൾ പോയി. എവിടേക്ക് പോയി? ടു സ്കൂൾ. മനസ്സിലായോ? സ്കൂളിലേക്ക് പോയി. എപ്പോൾ? ഓൺ വെഡ്നെസ്ഡേ. ബുധനാഴ്ച ദിവസം നമ്മൾ സ്കൂളിലേക്ക് പോയി. മനസ്സിലായോ? അപ്പൊ ഇതെന്താക്കി തരുന്നു? കാണിച്ചു തരുന്നു. എന്തിനെ? റിലേഷൻഷിപ്പിനെ കാണിച്ചു തരുന്നു. അപ്പൊ എന്താണ്? എവിടേക്ക് പോയി? പ്ലേസ്, സ്ഥലം. മനസ്സിലായോ? അപ്പൊ സ്ഥലവുമായിട്ടുള്ള റിലേഷൻ. അപ്പൊ ഏത് സ്ഥലത്തേക്കാണ് പോയത്? സ്കൂൾ. അപ്പൊ സ്കൂളിലേക്ക് പോയി. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഈ ഇതിനെയാണ് എന്താ പറയാ? പ്രിപ്പോസിഷൻ. മനസ്സിലായോ? പൊസിഷന്റെ സ്ഥലങ്ങളുടെ മുമ്പ് വരുന്നത് പ്രീ. മനസ്സിലായോ? പ്രീ എന്ന് പറഞ്ഞാൽ മുമ്പ്. അപ്പൊ സ്ഥലങ്ങളുടെ മുമ്പ് വരുന്ന കാര്യങ്ങൾ.
പിന്നീട് ഓൺ എപ്പോഴാണ് പോയത്? സമയം ബുധനാഴ്ച ദിവസം. മനസ്സിലായോ? അപ്പൊ ബുധനാഴ്ച ദിവസത്തിന് ഇതിന്റെയൊക്കെ ഇടയിലുള്ള ബന്ധം മനസ്സിലായോ? റിലേഷൻഷിപ്പിനെ എന്താക്കി തരുന്നത് കാണിച്ചു തരുന്നു. അതാ ചുരുക്കത്തിൽ പറഞ്ഞത് ഹുറൂഫ് ജർ. മനസ്സിലാകുന്നുണ്ടല്ലോ? അത്തരം കാര്യങ്ങളെയാണ് എന്താ പറയാ, അത്തരം കാര്യങ്ങൾക്ക് പറയുന്ന പേരാണ് പ്രിപ്പോസിഷൻ എന്നുള്ളത്. മനസ്സിലാകുന്നുണ്ടാവും? അപ്പൊ ഇത്തരം കാര്യങ്ങളെയാണ് ഏത്? സ്ഥലം, പിന്നെ ടൈം, പിന്നെ മാനർ, കോസ്, പിന്നെ ഡയറക്ഷൻ. ഇത്തരം അപ്പൊ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ദിശ, പ്ലേസ് എന്ന് പറഞ്ഞാല് സമയം, സ്ഥലം, പിന്നെ ടൈം സമയം, പിന്നെ മാനർ നമ്മള് ചെയ്യുന്ന ആക്ട് ഓഫ് മാനർ. മനസ്സിലായോ? അതിന് എന്താ പറയാ, ചെയ്യുന്ന രീതി. മനസ്സിലാവുന്നുണ്ടല്ലോ? അതിന് എന്താ പറയാ, ഈ മാനർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കോസ് കാരണം. മനസ്സിലായോ? ബൈട്ടൊക്കെ പറയുന്നു. അതൊക്കെ എന്താണ്? അപ്പൊ ഇത്തരം ബൈട്ട് പറയുന്ന കാര്യങ്ങൾക്ക് കാരണത്തെ വിശദീകരിച്ചു തരുന്നു. ബൈ ആംഗ്രി. മനസ്സിലായോ? ദേഷ്യപ്പെടുത്തിക്കൊണ്ട്. മനസ്സിലായോ? അപ്പൊ കാരണങ്ങളൊക്കെ എന്താക്കി തരുന്നു? വിശദീകരിച്ച് തരുന്നതുമായിട്ടുള്ള ബന്ധത്തെ, റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടി വരുന്ന വാക്കുകൾ, വേർഡ്സിനെ കാണുന്ന പറയാ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ഹുറൂഫ് ജറാണെന്ന് മൊത്തത്തിലൊന്ന് മനസ്സിലാക്കിയ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ എന്ത്? അപ്പൊ ഹുറൂഫുൽ ജർ. അപ്പൊ അതെന്താണ്? മറ്റൊരു വേർഡുമായി, സെന്റൻസിലുള്ള മറ്റ് വേർഡുകളുമായിട്ടുള്ള ബന്ധത്തെ എന്താക്കി തരുന്നു? സൂചിപ്പിച്ചു തരുന്നു. ഉദാഹരണത്തിന് ഐ വെന്റ്, ഞാൻ പോയി. എവിടേക്ക് പോയി? അപ്പൊ സ്കൂൾ. അപ്പൊ സ്കൂളുമായിട്ടുള്ള ബന്ധം. അപ്പൊ സ്കൂളിലേക്ക് പോയി. മനസ്സിലായോ? അപ്പൊ ഏത് ദിവസം പോയി? സമയം, ഡേറ്റ് എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി വരുന്നതാണ് ഇത് ഓൺ വെനസ്ഡേ. മനസ്സിലായോ? വെള്ളിയാഴ്ച, ബുധനാഴ്ച ദിവസം അറ്റ് 10 o'clock, 10 മണിക്ക്. അപ്പൊ സമയം. മനസ്സിലായോ? 10 o'clock. അപ്പൊ 10 മണിക്ക് സ്കൂളിലേക്ക് പോയി ബുധനാഴ്ച ദിവസം. അപ്പൊ ഈ ഇവിടെയൊക്കെ വരുന്ന ബുധനാഴ്ച ദിവസം തമ്മിലുള്ള ബന്ധം, സ്കൂൾ എന്ന സ്ഥലത്തിലേക്കുള്ള ബന്ധം, ടൈം എന്ന 10 എന്നതുമായിട്ടുള്ള ബന്ധം, ഇതിനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി വരുന്നതിനേക്കാണ് എന്താ പറയാ പ്രിപ്പോസിഷൻ എന്ന് പറയുക. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ ഇനി രണ്ടാമത്തെ ഉദാഹരണം. രണ്ടാമത്തെ അസ്ലം ഈസ് കമ്മിങ്. അസ്ലം ഉണ്ടാവുന്നു, വരുന്നു. അസ്ലം ഈസ് കമ്മിങ്, വന്നുകൊണ്ടിരിക്കുന്നു, വരികയാണ്. എവിടുന്ന്? അസ്ലം ഈസ് കമ്മിങ്, അസ്ലം വരികയാണ്. എവിടുന്ന്? ഫ്രം നോർത്തേൺ കേരള. നോർത്തേൺ കേരള, കേരളത്തിന്റെ നോർത്ത് ഭാഗത്ത് നിന്ന് ആര് വരുന്നു? അസ്ലം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ദിശ. മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടല്ലോ? ഇത്തരം കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി വരുന്ന വസ്തുവിനേക്കാണ് എന്താ പറയാ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രിപ്പോസിഷൻ ഈസ് ഷോ, പ്രിപ്പോസിഷൻ ഷോസ്, അതെന്താക്കി തരുന്നു? കാണിച്ചു തരുന്നു. എന്തിനെ കാണിച്ചു തരുന്നു? റിലേഷൻഷിപ്പ്, ബന്ധത്തെ കാണിച്ചു തരുന്നു. എവിടെയുള്ള ബന്ധം? among the other words in the sentence, സെന്റൻസിലുള്ള, വാക്യത്തിലുള്ള, ജുംലയിലുള്ള മറ്റു വേർഡുമായിട്ടുള്ള, സ്കൂൾ എന്ന മറ്റൊരു വേർഡ്, അതുമായിട്ടുള്ള ബന്ധത്തെ കാണിച്ചു തരുന്നു. മനസ്സിലായോ? അപ്പൊ അവിടെ ടു എന്നുള്ളത് എന്തായി? ഫ്രം ആയി. മനസ്സിലായോ? അപ്പൊ അതും എന്താണ്? ഒരു ബന്ധമാണ്. സ്കൂളിൽ നിന്ന് പോയി, അല്ലെ സ്കൂളിലേക്ക് വരുന്നു. അപ്പൊ സ്കൂളുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിച്ചിരുന്നത് പോയി. സ്കൂളിൽ നിന്ന് പോയി എന്നാണെങ്കിൽ ഫ്രം, സ്കൂളിലേക്ക് പോയി എന്നാണെങ്കിൽ ടു. മനസ്സിലായോ? അപ്പൊ അത്തരം വാക്യങ്ങളെ അത്തരം സെന്റൻസിലുള്ള മറ്റു വാക്യങ്ങളിലെ ബന്ധത്തെ സൂചിപ്പിച്ചു തരാൻ വേണ്ടി വരുന്ന വസ്തുക്കളെയാണ് എന്ത്? പ്രിപ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. ഇനി കൺജക്ഷൻ. ഇതിൽ എന്ത് പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ പാർട്സ് ഓഫ് സ്പീച്ചിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും അത് അന്നും തന്നെ തീർക്കാൻ ശ്രമിക്കുക. മനസ്സിലായോ? അത് നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കി വെക്കുന്നതായിരിക്കും പിന്നെ എപ്പോഴും അത് മനസ്സിൽ ഉണ്ടാവുക. അപ്പൊ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കും. പിന്നെ കൺജക്ഷൻ. കൺജക്ഷൻ എന്ന് പറഞ്ഞാൽ കൺജക്ഷൻ എന്ന് പറഞ്ഞാൽ കൺജക്ഷൻ ഈസ് എ വേർഡ്, അതൊരു വേർഡ് ആകുന്നു. ദാറ്റ് ജോയിൻസ്, അത് ബന്ധിപ്പിക്കുന്നു. ദാറ്റ് ജോയിൻസ്, അത് ബന്ധിപ്പിക്കുന്നു. എന്തിനെ? അതർ വേർഡ്സ്, മറ്റൊരു വേർഡുകളെ, മറ്റൊരു വാക്കുകളെ എന്താക്കി തരുന്നു? അത് ബന്ധിപ്പിച്ച് തരുന്നു. അല്ലെങ്കിൽ എന്തിനെ ബന്ധിപ്പിക്കുന്നു? ഫ്രേസ്, ഫ്രേസിനെ എന്താക്കി തരുന്നു? അത് ബന്ധിപ്പിച്ച് തരുന്നു. അല്ലെങ്കിൽ ക്ലോസ്. മനസ്സിലായോ? ഫ്രേസ്, ക്ലോസ്. അപ്പൊ അതിനെ ബന്ധിപ്പിച്ചിരുന്നു ആ സെന്റൻസ്, അല്ലെങ്കിൽ എന്താക്കി തരുന്നു? മറ്റൊരു സെന്റൻസിനെ എന്താക്കി തരുന്നു? അത് ബന്ധിപ്പിച്ച് തരുന്നു.
അപ്പൊ ഈ കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ജോയിൻസ് എന്താക്കി തരുന്നു, ബന്ധിപ്പിക്കുന്നു. അതർ വേർഡ് മറ്റൊരു വാക്കിനെ എന്താക്കി തരുന്നു, സെന്റൻസിലുള്ള മറ്റു വാക്കിനെ എന്താക്കി ബന്ധിപ്പിക്കുന്നു. പിന്നെ ഓർ ഫ്രേസ് ഒരു ഫ്രേസിനെ എന്താക്കി തരുന്നു, ബന്ധിപ്പിക്കുന്നു. ഓർ ക്ലോസ് ക്ലോസിനെ എന്താക്കി തരുന്നു, ബന്ധിപ്പിക്കുന്നു. പിന്നെ എന്തോ സെന്റൻസിനെ എന്താക്കി തരും, അല്ലെങ്കിൽ സെന്റൻസിനെ തന്നെ എന്താകും, അത് ബന്ധിപ്പിച്ച് തരുന്നതാണ്. അപ്പൊ ഇത്തരം ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളെ പറയുന്ന കാര്യങ്ങളെ പേരാണ് എന്ത്, കൺജങ്ഷൻ എന്നുള്ളത്. അപ്പോ ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു, ഫ്രേസ് എന്ന് പറഞ്ഞു. ഫ്രേസ് ക്ലോസ് അത് ഇംഗ്ലീഷിലെ മറ്റൊരു ടേമാണ്. ഫ്രേസ് എന്ന് പറഞ്ഞാൽ അത് ഫ്രേസ് എന്ന് പറഞ്ഞാൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുക. ക്ലോസ് എന്നാൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് അടങ്ങിയ വസ്തുവിനെ കാണുന്ന ക്ലോസ്. അതാണ് ക്ലോസ് ആയിട്ട് സങ്കല്പിക്കാം. അത് ക്ലോസിന്റെ സ്പെല്ലിംഗ് രണ്ട് മാറ്റമുണ്ട്. അപ്പൊ ഈ ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റ് വെർബ് ഇവ രണ്ടും കൂടിയതാണ് ഏത്, ഈ ക്ലോസ്. മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ എന്തോ അപ്പൊ ഇതല്ലാതെ ബാക്കി സെന്റൻസ് ഉണ്ടല്ലോ, സബ്ജക്റ്റും വെർബും അല്ലാതെ. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളാണ് എന്ത്, സെന്റൻസിലുള്ള സബ്ജക്റ്റ് വെർബ് അല്ലാത്ത ഭാഗങ്ങളാണ് എന്ത്, ഫ്രേസ്. മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് ഇപ്പോൾ മനസ്സിലാക്കി. അപ്പോ ഫ്രേസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്. മനസ്സിലായോ, അതൊരു വേർഡ് ആകുന്നു. എങ്ങനത്തെ, നോ സബ്ജക്റ്റ് ഓർ വെർബ് കോമ്പിനേഷൻ. മനസ്സിലായോ, സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഇല്ലാത്ത, സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഇല്ലാത്ത ഗ്രൂപ്പ് ഓഫ് വേർഡിനെക്കാണ് എന്താ പറയാ, ഫ്രേസ് എന്ന് പറയാം. പക്ഷേ അതെന്താക്കി തരുന്നു, നോ മീനിങ് ഇഫ് വി യൂസ്ഡ് ഈച്ച് അലോൺ. മനസ്സിലായോ, നോ മീനിങ് അതിനെന്തില്ല, അർത്ഥമില്ല. നോ മീനിങ് അർത്ഥം ഇല്ല. എപ്പോൾ, ഇഫ് വി യൂസ്ഡ് ഈച്ച് ആ ഫ്രേസിനെ നമ്മൾ ഉപയോഗിച്ചു. എങ്ങനെ, അലോൺ ഒറ്റക്കാക്കിക്കൊണ്ട് നമ്മൾ ഉപയോഗിച്ചാൽ there is no meaning അവിടെ അർത്ഥമില്ല. എപ്പോൾ, if we used it alone ആ ഫ്രേസിനെ മാത്രം എടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ എന്തില്ല, ഒരു പൂർണ്ണമായ ഒരു അർത്ഥത്തെ എന്താക്കി തരില്ല, നമുക്ക് നേടിത്തരില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ എന്താണ്, if we use it in a sentence അതൊരു വാക്യ ഒരു ജുംലയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ it gives a meaning. അതെന്താക്കി തരുന്നു, ഒരു പ്രത്യേകം അർത്ഥത്തെ എന്താക്കി തരുന്നു, മീനിങ് നൽകുന്നു. മനസ്സിലാവുന്നല്ലോ, അർത്ഥം നൽകി തരുന്നു. അപ്പൊ കൺജങ്ഷൻ എന്താണെന്ന് മനസ്സിലായോ. അപ്പൊ അതെന്താക്കി തരുന്നു, ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്ത്, സബ്ജക്റ്റ് വെർബ് അല്ലാത്ത മറ്റു സെന്റൻസിലുള്ള ഭാഗങ്ങളാണ് എന്ത്, ഫ്രേസ്. അതെന്താണ്, ഫ്രേസ് നോ മീനിങ് അത് ഗ്രൂപ്പ് ഓഫ് വേർഡ് ആണ്. there is no combination സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ അവിടെ ഇല്ല. there is no സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ. മനസ്സിലാവുന്നുണ്ടല്ലോ, അവിടെ എന്തില്ല, സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഇല്ല. മനസ്സിലായോ, there is no subject verb combination അവിടെ ഇല്ല. മനസ്സിലായോ. പിന്നെ എന്താണ് ഉള്ളത്, പിന്നെ if we use it ആ ഫ്രേസിനെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് പറയണം. I build a beautiful house. മനസ്സിലായോ. അപ്പോ ഐ ബിൽഡ് അതെന്താണ്, സബ്ജക്റ്റ് വെർബ് ഐ, സബ്ജക്റ്റ് എന്ന വെർബ്, സബ്ജക്റ്റ് ഉണ്ട്, ഐ ഉണ്ട്. പിന്നെ വെർബ് എന്ന ബിൽഡ്, ഏത് സബ്ജക്റ്റ് ബിൽഡ് നിർമ്മിച്ചു എന്ന വെർബും ഉണ്ട്. സബ്ജക്റ്റ് വെർബ് ഉണ്ട്, ഐ ബിൽഡ് ഞാൻ നിർമ്മിച്ചു. അപ്പൊ സബ്ജക്റ്റും വന്നു വെർബും വന്നു. അപ്പൊ ഇതാണ് എന്ത്, ക്ലോസ്. മനസ്സിലായോ. പിന്നെ ഫ്രേസ്. അപ്പൊ ബാക്കിയുള്ള സാധനങ്ങളാണ് എന്ത്, ഫ്രേസ്. അപ്പൊ ഫ്രേസിന്റെ ഡെഫിനിഷൻ, there is no subject verb combination. സബ്ജക്റ്റ് വെർബ് ഉണ്ടാവുന്നില്ല. മനസ്സിലായോ, ഇവിടെ സബ്ജക്റ്റ് വെർബ് ഉണ്ടായോ, ഇല്ല. പിന്നെ രണ്ടാമത്തെ if we used അതിനെ നമ്മൾ ഉപയോഗിച്ചു, alone ഒറ്റക്കായിക്കൊണ്ട് ഉപയോഗിച്ചാൽ no meaning, no definite meaning ഒരു പ്രത്യേകമായ അർത്ഥത്തെ എന്താക്കി തരില്ല, അത് നമുക്ക് നേടിത്തരുന്നില്ല. പക്ഷേ if we used it എന്താക്കിക്കൊണ്ട്, if we used it with a sentence ഒരു സെന്റൻസുമായി കൊണ്ട് നമ്മൾ അതിനെ
അതിനെ ഉപയോഗിച്ചാൽ പ്രത്യേകതരമായ ഒരു അർത്ഥത്തെ എന്താക്കി തരുന്നു, നേടിത്തരുന്നു. ഇത്തരം കാര്യങ്ങളെ പറയുന്ന പേരാണ് ഫ്രേസ്. മനസ്സിലാവുന്നല്ലോ. അപ്പൊ ഫ്രേസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ഒരു അർത്ഥത്തെ നേടിത്തരും എപ്പോൾ ജുംലയിലായിക്കൊണ്ട് ഉപയോഗിച്ചാൽ. പക്ഷെ അതിനെ മുറിച്ച് വേറൊരു സബ്ജക്റ്റീവ് വെർബിനെ വായിച്ചാൽ അതൊരു പ്രത്യേകമായ അർത്ഥത്തെ നേടിത്തരില്ല. അതിനെ പറയുന്ന പേരാണ് ഫ്രേസ് എന്നുള്ളത്. ഇവിടെ മനസ്സിലാക്കുന്നത് ഇത് ക്ലോസും ഇത് ഫ്രേസും. കാരണം ഇത് സബ്ജക്റ്റീവ് വെർബ് ഉണ്ട്, പിന്നെ ഇതെന്തായി ഫ്രേസ് ആയി വന്നു. എങ്ങനെ? കാരണം എ ബ്യൂട്ടിഫുൾ ഹൗസ്. അപ്പോ എ ബ്യൂട്ടിഫുൾ ഹൗസ്, ഒരു ഭംഗിയുള്ള വീട്, അത് നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായ അർത്ഥത്തെ നേടിത്തരുന്നുണ്ടോ? ഇല്ല. അത് അർത്ഥം നേടിത്തരും എപ്പോൾ അത് നമ്മളൊരു ജുംലയിലായിക്കൊണ്ട് ഒരു ക്ലോസിന്റെ പരം നമ്മൾ ഉപയോഗിക്കുകയാണ്. ഐ ബിൽഡ്, ഞാൻ നിർമ്മിച്ചത് എ ബ്യൂട്ടിഫുൾ ഹൗസ്, ഒരു ഭംഗിയുള്ള വീട്. അപ്പൊ എന്താ, ഞാൻ നിർമ്മിച്ച വീട് ഒരു ഭംഗിയുള്ളതാകുന്നു എന്നൊരു അർത്ഥം എന്താക്കി തരുന്നു, നമുക്ക് നേടിത്തരുന്നു. അപ്പൊ ഇതെന്തായി ഫ്രേസുമായി, ഇത് ക്ലോസുമായി. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഇതിനെ എന്താക്കി തരുന്നത് ജോയിൻ ചെയ്ത് തരുന്നു. പിന്നെ അതർ വേർഡ്സ്, മറ്റു വാക്കുകൾ എന്താക്കി തരുന്നു, അത് നമുക്ക് ജോയിൻ ചെയ്തു തരുന്നു. അപ്പൊ ഫ്രേസും ക്ലോസിനെ കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അതിലെന്താ സംശയം ചോദിക്കുക. ഇനി അടുത്തത് വേർഡ്സ്, മറ്റു വേർഡ്സുകൾ എന്താക്കി തരുന്നു, ബന്ധിപ്പിച്ച് തരുന്നു. പെൻ എന്നൊരു വേർഡാണ്. പിന്നെ പേപ്പർ, പേപ്പർ എന്ന് പറഞ്ഞാൽ മറ്റൊരു വേർഡാണ്. പിന്നെ എന്താണ് പെൻസിൽ, അതൊക്കെ എന്താണ് ഓരോരോ വേർഡുകളാകുന്നു. അപ്പൊ ഇതൊക്കെ എന്താക്കി തരുന്നു, നമുക്ക് ഇതിന്റെ ഇടയിലൊക്കെ ബന്ധിപ്പിച്ചു തരുന്നു. ഐ ബോട്ട് എ പെൻ, ഞാനൊരു പേന വാങ്ങി. ആൻഡ് പേപ്പർ, ഒരു പേപ്പർ വാങ്ങി. ആൻഡ് എ പെൻസിൽ, ഒരു പെൻസിലും എന്ത് ചെയ്തു, വാങ്ങി. അപ്പൊ ഇതിനെയൊക്കെ എന്താക്കി തരുന്നു, നമുക്ക് ബന്ധിപ്പിച്ചു തരുന്നു. അപ്പൊ വേർഡ്സിന്റെ ബന്ധം എങ്ങനെയാണെന്ന് മനസ്സിലായിരിക്കും. പിന്നെ അടുത്തത് സെന്റൻസ്. ഒരു സെന്റൻസിനുള്ള ഉദാഹരണം ഐ മെറ്റ് സമ്മൺ, ഞാൻ ഒരാളെ എന്തായി കണ്ടുമുട്ടി. ആൻഡ് ഹി സെഡ്, അവൻ പറഞ്ഞു. ഞാൻ ഒരാളെ കണ്ടുമുട്ടി. ഹി സെഡ്, ആൻഡ് ഹി സെഡ്, അവൻ പറയുകയും ചെയ്തു. അപ്പൊ എന്ത് സെന്റൻസ്, ഐ മെറ്റ് സമ്മൺ അല്ലെങ്കിൽ ഐ മെറ്റ് സെയ്ദ്. മനസ്സിലായി? ഞാൻ സെയ്ദിനെ എന്ത് ചെയ്തു, കണ്ടുമുട്ടി. ആൻഡ് ഹി സെഡ്, സെയ്ദ് പറഞ്ഞു. അപ്പൊ ഇതൊരു സെന്റൻസ്. ഞാൻ കണ്ടുമുട്ടി എന്ന സെന്റൻസ് ഒരു സെന്റൻസ്. ഹി സെഡ്, അവൻ പറഞ്ഞു. ഡാഷ് എന്നത് മറ്റൊരു സെന്റൻസ്. ഈ രണ്ട് സെന്റൻസിനെ എന്താക്കി തരുന്നു, ബന്ധിപ്പിച്ച് തരുന്ന വസ്തുവിനേക്ക് പറയുന്ന പേരാണ് എന്ത്, ഇത്തരം വസ്തുക്കൾക്ക് പറയുന്ന പേരാണ് എന്ത്, കൺജക്ഷൻ എന്നുള്ളത്. അപ്പൊ കൺജക്ഷൻ എന്നതിനെ കുറിച്ചുള്ള എക്സാമ്പിൾ ടെക്സ്റ്റിൽ പറഞ്ഞത് നമുക്ക് നോക്കാം. ഇതുവരെ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. മോസ്റ്റ് ചിൽഡ്രൻ, അധിക കുട്ടികളിലേക്ക് അവർ ഇഷ്ടപ്പെടുന്നു എന്ത്, കുക്കീസ് ആൻഡ് മിൽക്ക്. കുക്കീസ് ആൻഡ് മിൽക്ക്, മനസ്സിലായോ? അപ്പൊ കുക്കീസ് ആൻഡ് മിൽക്ക്, അപ്പൊ രണ്ട് വേർഡ്സുകൾ എന്താക്കി തരുന്നു, അത് ബന്ധിപ്പിക്കുന്നു. കുക്കീസിനെയും ഇഷ്ടപ്പെടുന്നു, പാലിനെയും ഇഷ്ടപ്പെടുന്നു. ബിസ്ക്കറ്റും പാലും ഇഷ്ടപ്പെടുന്നു അധിക കുട്ടികളും. മനസ്സിലാവുന്നല്ലോ. അപ്പൊ അധിക കുട്ടികളും എന്താക്കി തരുന്നു, ബിസ്ക്കറ്റ് ഇഷ്ടപ്പെടുന്നു, ഓർ അല്ലെങ്കിൽ എന്ത് ഇഷ്ടപ്പെടുന്നു, മിൽക്ക് ഇഷ്ടപ്പെടുന്നു. അപ്പൊ രണ്ടിന്റെ ഇടയിലുള്ള ഒരു ബന്ധം, ഏതെങ്കിലും ഒന്നേ ഇഷ്ടപ്പെടുന്നുള്ളൂ. മനസ്സിലാവുന്നല്ലോ. പിന്നെ അടുത്ത ഐ ലൈക്ക് മാംഗോസ്, ഞാൻ എന്ത് ചെയ്യുന്നു, മാംഗോസ് ഇഷ്ടപ്പെടുന്നു. ഐ ലൈക്ക് മാംഗോസ്, ഞാൻ എന്ത് ചെയ്യുന്നു, മാംഗോസ് ഇഷ്ടപ്പെടുന്നു. ബട്ട് പക്ഷേ, ഐ ലൈക്ക് മാംഗോസ് എന്നൊരു സെന്റൻസ്. പക്ഷേ I did not like plums. മനസ്സിലായി? I did not like, ഞാൻ എന്താവുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല എന്ത്, പ്ലംസ്. പ്ലംസിനെ എന്താവുന്നില്ല, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഇതൊരു സെന്റൻസ്. ഐ ഡോണ്ട് ലൈക്ക് പ്ലംസ് എന്നൊരു മറ്റൊരു സെന്റൻസ്. ഈ രണ്ട് സെന്റൻസിനെയും ഇടയിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി വന്നത് ബട്ട് എന്നുള്ളത്. അപ്പൊ രണ്ട് സെന്റൻസിനെ ബന്ധിപ്പിക്കാൻ വേണ്ടി വരുന്നതോ, അല്ലെങ്കിൽ രണ്ട് വാക്കുകളെ ബന്ധിപ്പിക്കാൻ വേണ്ടി വരുന്നതോ, അല്ലെങ്കിൽ ഫ്രേസിനെ ബന്ധിപ്പിക്കാൻ വേണ്ടി വരുന്നതോ, അല്ലെങ്കിൽ എന്ത് ക്ലോസിനെ ബന്ധിപ്പിക്കാൻ വേണ്ടി വരുന്നതോ, അത്തരമുള്ള ഇത്തരം കാര്യങ്ങളെ ബന്ധിപ്പിക്കാൻ വേണ്ടി വരുന്ന വസ്തുവിന് പറയുന്ന പേരാണ് എന്ത്, ജോയിന്റിന് പറയുന്ന പേരാണ് എന്ത്, കൺജക്ഷൻ എന്നുള്ളത്. മനസ്സിലായോ? അതിനൊക്കെ പറയുന്ന പേരാണ് ഇത് കൺജക്ഷൻ. മനസ്സിലായോ? അപ്പോ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ലാസ്റ്റ് പാർട്സ് ഓഫ് സ്പീച്ചിൽ ലാസ്റ്റ് വൺ, അതാണ് എന്ത്, ഇന്റർജെക്ഷൻ.
അപ്പൊ കൺജക്ഷനും ഇന്റർജക്ഷനും തമ്മിൽ എന്താ വരുന്നത്? മാറിപ്പോകരുത്. കൺജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടിന്റെയും ഇടയിൽ കണക്ട് ചെയ്യുന്ന വസ്തുവാണ് ഏത്? കൺജക്ഷൻ. മനസ്സിലായോ? ഇനി ഇന്റർജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത്? മനസ്സിലായോ? ഇന്റർജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത്? ഇന്റർജക്ഷൻ ഈസ് എ വേർഡ്. അതൊരു വേർഡ് ആകുന്നു. ദാറ്റ് എക്സ്പ്രസസ്, അതെന്താക്കി തരുന്നു? പ്രകടിപ്പിക്കുന്നു എ സ്പെഷ്യൽ ഇമോഷൻ, ഒരു പ്രത്യേകതരം വൈകാരികത എന്താക്കി തരുന്നു? അത് നമ്മുടെ പ്രത്യേകതരം ഇമോഷൻ, നമ്മുടെ ഓരോരോ പ്രകടനങ്ങൾ. മനസ്സിലായോ? ദേഷ്യം വരുമ്പോൾ നമ്മളുടെ ആ ഒരു പ്രകടനം. മനസ്സിലായോ? ആർക്കെങ്കിലും ഒരു സന്തോഷ വാർത്ത, സന്തോഷം ലഭിച്ചാൽ നമ്മുടെ പ്രകടനം. അത്തരം പ്രകടനങ്ങളുടെ നമ്മുടെ ആ വികാരങ്ങളെ, ഇമോഷൻസിനെ പ്രകടിപ്പിക്കാൻ വേണ്ടി വരുന്ന വസ്തുവിനിക്ക് പറയുന്ന പേരാണ് എന്ത്? ഈ ഇന്റർജെക്ഷൻ എന്നുള്ളത്. മനസ്സിലായോ? ഇന്റർജെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വികാരങ്ങളെ, അഥവാ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ലഭിച്ചാൽ, മനസ്സിലായോ, നമുക്കുണ്ടാവുന്ന നമ്മുടെ വികാരം, ആ വികാരത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടി വരുന്ന, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ വികാരത്തെ എന്താവാൻ പ്രകടിപ്പിച്ചു തരുന്ന വസ്തുവാണ് ഏത്? ഈ ഇന്റർജെക്ഷൻ എന്നുള്ളത്. അപ്പോ ഇന്റർജെക്ഷൻ ഓഫൻ സ്റ്റാർട്ട്സ്, അതെന്താക്കി തരുന്നു? ഒരു ഇന്റർജെക്ഷൻ ചിലപ്പോൾ എന്താകുന്നു? സ്റ്റാർട്ട്സ്, അത് തുടങ്ങുന്നു എങ്ങനെ? വിത്ത് എ സെന്റൻസ്, ഒരു സെന്റൻസിൽ ഒരു സെന്റൻസ് തുടങ്ങും. മനസ്സിലായി? സ്റ്റാർട്ട് വിത്ത് എ സെന്റൻസ്, ഒരു സെന്റൻസ് ആയിക്കൊണ്ട് എന്താകും? സ്റ്റാർട്ട് എ സെന്റൻസ്. സ്റ്റാർട്ട് എ സെന്റൻസ്, ഒരു സെന്റൻസ് തുടങ്ങും എങ്ങനെ? ഈ ഇന്റർജെക്ഷൻ വഴി. മനസ്സിലായി? ചിലപ്പോൾ ഇന്റർജെക്ഷൻ വഴി ആയിരിക്കും സെന്റൻസ് തുടങ്ങുന്നുണ്ടാവുക. ചിലപ്പോൾ, പക്ഷേ ഇറ്റ് ക്യാൻ ബി കണ്ടെയ്ൻഡ് വിത്തിൻ എ സെന്റൻസ്. പക്ഷെ എന്താവാം? ഇത് ക്യാൻ ബി കണ്ടെയ്ൻഡ്, അതെന്താവാം? ഉൾപ്പെട്ടേക്കാം. പിന്നെ വിത്ത് എ സെന്റൻസ്, ഒരു സെന്റൻസിൽ അതെന്താക്കിയേക്കാം? ഉൾപ്പെട്ടേക്കാം. മനസ്സിലായോ? അഥവാ ഈ ഇന്റർജെക്ഷൻ എന്താവാം? ആ സെന്റൻസിൽ ഉൾപ്പെട്ടതാവാം. പിന്നെ അല്ലെങ്കിൽ can stand alone, അതിനിക്ക് എന്ത് സെന്റൻസ് ഇന്റർജെക്ഷനോട് കൂടെ തുടങ്ങാം. മനസ്സിലായോ? പിന്നെ എന്താവാം? ആ സെന്റൻസിൽ ഉൾപ്പെട്ടതായേക്കാം. ഏത്? ഈ ഇന്റർജെക്ഷൻ എന്നുള്ളത് സെന്റൻസിൽ ഉൾപ്പെട്ടതായേക്കാം. അപ്പൊ എന്താവും? സെന്റൻസിൽ ഉൾപ്പെട്ടതാണെങ്കിൽ സെന്റൻസിൽ ഈ ഇന്റർജെക്ഷൻ അല്ലാത്ത ധാരാളം വേർഡ്സുകൾ എന്താകും? സെന്റൻസിൽ വന്നിരിക്കും. അപ്പോഴല്ലേ ഈ സെന്റൻസിൽ ഇന്റർജെക്ഷൻ ഉൾപ്പെടൂ. മനസ്സിലാവുന്നല്ലോ? പിന്നെ എന്തുമാവാം? ക്യാൻ സ്റ്റാൻഡ് അലോൺ, ഒറ്റയ്ക്ക് നിൽക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും കഴിവുള്ള വസ്തുവാണ്. ക്യാൻ സ്റ്റാൻഡ് അലോൺ, ഒറ്റയ്ക്ക് നിൽക്കാനും കഴിവുള്ള വസ്തുവാണ് ഏത്? ഈ ഇന്റർജെക്ഷൻ. മനസ്സിലാവുന്നല്ലോ? അപ്പോ ഇന്റർജെക്ഷൻ എന്നുള്ളത് സെന്റൻസിന്റെ തുടക്കത്തിൽ വരാം. മനസ്സിലായോ? അപ്പൊ എന്താകാം? ഇത് സെന്റൻസിൽ ഉൾപ്പെട്ടതായേക്കാം. സെന്റൻസിന്റെ തുടക്കത്തിൽ വന്നാൽ സെന്റൻസിൽ ഉൾപ്പെടും. പിന്നെ എന്ത്? ഒറ്റയ്ക്ക് വരും. അപ്പൊ എന്താകും? അതിന് ഒറ്റയ്ക്ക് നിന്ന് ഒരു അർത്ഥത്തെ നേടിത്തരാനും കഴിയുന്ന വേർഡാണ്, കഴിയുന്ന സെന്റൻസ് ആണ് ഏത്? വാക്കാണ് ഏത്? ഈ ഇന്റർജെക്ഷൻ എന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ ഇന്റർജെക്ഷനുള്ള ഉദാഹരണങ്ങൾ എന്ത്? ധാരാളം ഉണ്ട്. അപ്പൊ അതിലുള്ള ഒരു ഉദാഹരണമാണ് എന്ത്? കൺഗ്രാറ്റുലേഷൻ. മനസ്സിലായോ? കൺഗ്രാറ്റുലേഷൻ, കൺഗ്രാറ്റ്സ്. മനസ്സിലായോ? എന്താണ്? നല്ല അഭിനന്ദനങ്ങൾ. അതെന്താകാം? സെന്റൻസിന്റെ തുടക്കത്തിൽ വരാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ വരാം. അപ്പൊ എന്താണ്? നമ്മുടെ പെങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഒരു നല്ല അവര് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ എന്താകും? അവരെന്താകും? നല്ല പ്രശംസിക്കും. അപ്പൊ അഭിനന്ദനങ്ങൾ നൽകും. അത്തരം വേർഡാകുന്നത് കൺഗ്രാറ്റുലേഷൻസ് അല്ലെങ്കിൽ കൺഗ്രാറ്റ്സ്. മനസ്സിലായോ? അപ്പൊ ഇതെന്താകാം? സെന്റൻസിന്റെ തുടക്കത്തിൽ വരാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കൺഗ്രാറ്റ്സ് എന്താവാം? ഫോട്ടോ ഒക്കെ വെച്ച് അഭിനന്ദനങ്ങൾ എന്ന അർത്ഥത്തിൽ വരാം. മനസ്സിലായോ? അപ്പൊ ഒരു ഉദാഹരണം, കൺഗ്രാറ്റ്സ്, അഭിനന്ദനങ്ങൾ. യു ഫൈനലി ഗോട്ട് യുവർ സർട്ടിഫിക്കറ്റ്. നിനക്ക് അവസാനമായിക്കൊണ്ട് നിനക്ക് എന്തായിട്ടുണ്ട്? സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ. മനസ്സിലായോ? അപ്പൊ അവിടെ എന്തായി? കൺഗ്രാറ്റ്സ് എന്നുള്ളത് എന്തായി? സെന്റൻസിന്റെ തുടക്കത്തിൽ വന്നു. അതെന്താവും? സെന്റൻസിന്റെ ഒരു പാർട്ടായി മാറുകയും ചെയ്തു. മനസ്സിലായോ? പിന്നെ വാവ്, അത്ഭുതം. വാവ് എന്ന് പറഞ്ഞാല് അത്ഭുതം. മനസ്സിലായോ? നമുക്ക് എന്തെങ്കിലും അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ തോന്നും. വാവ്, അങ്ങനെ കേട്ടോ? മനസ്സിലായോ? ദാറ്റ് ഈസ് എ റിയലി ഗ്രേറ്റ് ന്യൂസ്. അതൊരു വലിയ ന്യൂസ് ആകുന്നു. കൊറോണയ്ക്ക് ഒരു മരുന്ന് കണ്ടെത്തി. വാവ്, അത്ഭുതം. മനസ്സിലായോ? അപ്പൊ അത്തരം ആശ്ചര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി വരുന്ന വാക്കാണ് വാവ്. മനസ്സിലായോ? അതെന്താണ്? അങ്ങനെ നമ്മുടെ ഇമോഷനെ സൂചിപ്പിക്കുന്നു.
ചോദിക്കും. അപ്പൊ ഏത് കൺഗ്രാറ്റുലേഷൻ എന്ന് പറഞ്ഞാല് കണ്ടുപിടിച്ചവർക്ക് നന്ദി, മനസ്സിലായോ? അഭിനന്ദനങ്ങൾ. വാവ് എന്ന് പറഞ്ഞാലോ അത്ഭുതം, മനസ്സിലായോ? ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ന്യൂസ്, അതൊരു വലിയ ന്യൂസ് ആണ്. ഈ കൊറോണയ്ക്ക് മരുന്ന് കണ്ടെത്തി എന്നുള്ളത് വലിയ ന്യൂസ് ആണ്. അപ്പൊ എന്താണ്? ഒരു ആശ്ചര്യം, ഒരു അത്ഭുതം, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി വരുന്ന, നമ്മുടെ ഇമോഷൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടി വരുന്ന വാക്കാണ് ഏത്? ഈ വാവ് എന്നുള്ളത്. പിന്നെ അപ്പൊ ധാരാളം വാക്കുകളുണ്ട്. അപ്പൊ ഒരാളെന്ത് കൊറോണക്ക് മരുന്ന് അടച്ചപ്പോ പറഞ്ഞു. അപ്പൊ എന്ത് എന്ന് പറഞ്ഞാല് വളരെ മോശം എന്നർത്ഥം, മനസ്സിലായോ? അപ്പൊ ഇംഗ്ലീഷിൽ എന്തുണ്ട്? ധാരാളം ഇത്തരത്തിലുള്ള ഇന്റർജെക്ഷൻസ് ഉണ്ട്. അപ്പൊ അതെന്താക്കണം? പഠിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ചുരുക്കത്തിൽ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നൗൺ എന്ത്, പ്രോനൗൺ എന്ത്, വെർബ്, അഡ്ജക്റ്റീവ്, അഡ്വർബ്, പിന്നെ ഏത് ഇന്റർജെക്ഷൻ, പിന്നെ കൺജക്ഷൻ, പിന്നെ പ്രിപ്പോസിഷൻ, ഇത്തരം കാര്യങ്ങൾ എന്താവുക? ഈ 8 എണ്ണത്തിനെയും ശരിക്ക് പഠിച്ച് മനപ്പാടാക്കി വെക്കുക, തറയാക്കി വെക്കുക. അതിന് ശേഷം എന്താക്കാം? നമുക്ക് ഈ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിക്കൊണ്ട് പറയുന്നത്. നൗണ് എത്ര തരമുണ്ട്, വെർബ് എത്ര തരമുണ്ട്, മനസ്സിലായോ? അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്ക് എന്താക്കാം? ഡീറ്റെയിൽ ആയിക്കൊണ്ട് ശേഷം പറയുന്നത്. അപ്പൊ ഡീറ്റെയിൽ ആയി പഠിക്കുമ്പോൾ പിന്നെ ഇതും കൂടി നമുക്ക് ഒരു ഔട്ട്ലുക്ക് കിട്ടിയില്ലെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവും. വെർബ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രിപ്പോസിഷൻ ആകുമ്പോൾ മറന്നുപോയത്. അപ്പൊ അങ്ങനെ അതിനുള്ള അവസരം ഉണ്ടാക്കാതെ എടുക്കുന്ന ഭാഗങ്ങളൊക്കെ തറയാക്കിപ്പോൾ തന്നെ വെക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.